അഹാന കൃഷ്ണയുടെ കസിൻ സിസ്റ്ററും യൂട്യൂബറുമായ തൻവി സുധീർ ഘോഷ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഒരു മാസം മുമ്പാണ് രണ്ടാമത്തെ കുഞ്ഞിന് തൻവി ജന്മം നൽകുന്നത്. കഴിഞ്ഞ ദിവസം 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ കമഴ്ത്തിക്കിടത്തി ടമ്മി ടൈം ചെയ്യിപ്പിക്കുന്ന റീൽ തൻവി പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ റീൽ വൈറലായപ്പോൾ വിമർശനമാണ് ഏറെയും ലഭിച്ചത്. സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുവരെ കമന്റ് വന്നിരുന്നു. ഇപ്പോഴിതാ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകുകയാണ് തൻവി. ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുന്നുണ്ട് താനെന്നും ഇതുവരെ ഒരു പ്രശ്നവും കുഞ്ഞിനുണ്ടായിട്ടില്ലെന്നും തൻവി പറഞ്ഞു. സംസാരിക്കാൻ വയ്യാത്ത കുഞ്ഞിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു, തള്ളയ്ക്ക് ഒന്നും അറിയില്ല തുടങ്ങി നിരവധി കമന്റുകൾ വന്നു കണ്ടു. 21ാമത്തെ വയസ്സിൽ എൻ്റെ മോനെ ഒറ്റയ്ക്ക് വളർത്തിയ ആളാണ് ഞാൻ. 5 വയസ്സ് വരെ അവനെ ഞാൻ ഒറ്റയ്ക്കാണ് വളർത്തിയത്. മാത്രമല്ല ഡേ കെയർ വർക്ക് ചെയ്തിട്ടുള്ള പരിചയവും എനിക്കുണ്ട്. മാത്രമല്ല എപ്പോൾ വിളിച്ചാലും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് ഡോക്ടർമാരുമുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള നാടാണ്. കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അതൊരു മൈൽസ്റ്റോണായിട്ടാണ് കണക്കാക്കുന്നത്. എനിക്ക് ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞിന് ടമ്മി ടൈൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. തുടക്കത്തിൽ 30 സെക്കൻഡായിരുന്നു ചെയ്യിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞ് സ്വമേധെ കമിഴ്ന്ന് വീണ് തുടങ്ങി. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഓരോ മൈൽസ്റ്റോൺസ് മീറ്റ് ചെയ്യുന്നത്. എല്ലാ പിള്ളേരെയും ഒരുപോലെയല്ല. 3 മാസം പോലും ആകാത്ത കുഞ്ഞിനെ കമിഴ്ത്തിക്കിടത്തുന്ന നീയൊരു തള്ളയാണോ എന്നാണ് ചിലർ വിമർശിച്ച് ചോദിച്ചത്. നിങ്ങൾ മണ്ടന്മാരാണോ? ഗൂഗിളിൽ തിരഞ്ഞാൽ പോലും ലഭിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ ഇതൊക്കെ. പൊതുവെ ഇത്തരം കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഇതൊന്നും കാരണമല്ല എനിക്ക് ദേഷ്യം വന്നത്. ഞാനിട്ടത് കുഞ്ഞിനെ കൊണ്ട് ടമ്മി ടൈം ചെയ്യിപ്പിക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ചിലരുടെ കമന്റുകൾ ഞാൻ എന്തിന് കുട്ടി നിക്കറിട്ടുവെന്നതിനെ കുറിച്ചായിരുന്നു. അതും ഞാനിട്ട വീഡിയോയും തമ്മിൽ എന്താണ് ബന്ധം? ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്നാണ്. തുട കാണിക്കുന്ന വീഡിയോയായി തോന്നിയെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടുക. കാനഡയിൽ വന്ന് സെറ്റിലാകേണ്ട സാഹചര്യം വന്നാൽ എന്നെ വിമർശിച്ചവരൊക്കെ എന്ത് ചെയ്യും? ഇവിടെ എല്ലാവരും നിക്കറിട്ടാണ് നടക്കുന്നത്. ചൂടാകുമ്പോൾ ബിക്കിനി ഇട്ട് നടക്കുന്നവരാണ് ഇവിടെയുള്ളവർ. ടമ്മി ടൈമിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഡോക്ടറായി വന്ന് ബോധമില്ലേയെന്ന് ചോദിച്ച് എന്നെ വിമർശിച്ച് കമന്റും മെസ്സേജും അയക്കുന്നത്. വ്യൂസിന് വേണ്ടി പൊടിക്കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുവെന്നും ചിലർ കുറിച്ച് കണ്ടു. ഞാനൊരു ഫണ്ണിന് വേണ്ടി ഇട്ടതാണ്. കുഞ്ഞിൻ്റെ കഴുത്തിന് ബലം വയ്ക്കാൻ വേണ്ടിയാണ് കമിഴ്ത്തിക്കിടത്തിയത്. മക്കളെ ജീവിതകാലം മുഴുവൻ എടുത്തുകൊണ്ട് നടക്കാനാവില്ലല്ലോ. ജീവിത സാഹചര്യം മൂലം ഡെലിവറി കഴിഞ്ഞ് 10ാം ദിവസം മുതൽ ജോലിക്ക് പോയ ആളാണ് ഞാൻ. എൻ്റെ മോന് 6 മാസം പ്രായമുള്ളപ്പോൾ വാക്കറിൽ പിടിച്ച് നടക്കുമായിരുന്നു.